പിണറായി വിജയന്റെ ബൈറ്റ് ശരി, ഇടാം. പിണറായി വിജയന്റെ ബൈറ്റ് ഇടാം. ശരി, നവാസിന്റെ കയ്യിലുള്ള ബൈറ്റ് കാണട്ടെ. 12 ഇത് ഡിസംബർ മാസം 7-ാം തീയതി 2006. ആ ബൈറ്റ് ഒന്ന് ഓണാക്കി. വോട്ട് കിട്ടാത്തപ്പോ മാറ്റി പറഞ്ഞ ബൈറ്റ് അല്ല വേണ്ടിട്ട്, വോട്ട് കിട്ടിയപ്പോ പറഞ്ഞ ബൈറ്റാ വേണ്ടത്. ഒന്ന് മൈക്കിൽ വെച്ചാൽ ഒരു സെക്കൻഡ്. അതിനകത്ത് ഫോൺ ഓഡിയോ കുറവാണ്. അവര് കഴിഞ്ഞ ഘട്ടത്തിലും ഞങ്ങളെ സഹായിച്ചിരുന്നു. ഈ ഘട്ടത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ സഹായിക്കുന്ന നിലപാട് തന്നെയാണിത്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ചില സംഘടനകൾ, PDP പോലുള്ള ചിലര് ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. അവർ ഞങ്ങളെ സഹായിക്കുന്ന നിലയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എടുത്തത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഞങ്ങളെ സഹായിക്കുന്ന നിലയെടുത്തു എന്ന് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയും ഞങ്ങളും ഒരേ പൊളിറ്റിക്കൽ കോസിന്റെ പേരിൽ ഒരുമിച്ച് പോയിട്ടുണ്ട് എന്ന് നിയമസഭാ ടെലിവിഷൻ കൊടുക്കുന്ന അഭിമുഖത്തിൽ പാലോളി മുഹമ്മദ് കുട്ടി പറയുന്നത് വേണമെങ്കിൽ ഞാൻ പ്ലേ ചെയ്യാം. പ്ലീസ്. ജമാഅത്തെ ഇസ്ലാമി നിലകൊള്ളുന്നത്, ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അവര് ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാവുകയാണ്. യഥാർത്ഥത്തിൽ ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യ പ്രക്രിയ അംഗീകരിക്കാത്തവരാണ്, ജനാധിപത്യ സംവിധാനങ്ങൾ അംഗീകരിക്കാത്തവരാണ്. അവര് നിലകൊള്ളുന്നത്, എനിക്കറിയാം, ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ. അഫ്സൽ അടക്കമുള്ള ആളുകൾ ഇതെന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷം സ്വീകരിക്കുന്ന രാഷ്ട്രീയ ലൈൻ അന്നും ഇന്നും കൃത്യമാണ്. അതുകൊണ്ട് ചരിത്രം അല്ലല്ല, മുസ്ലിം ലീഗ് ഇപ്പോ സ്വീകരിക്കുന്ന മുസ്ലിം ലീഗ് കാര്യമുണ്ട്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ സർട്ടിഫൈ ചെയ്യുന്ന നിങ്ങളുടെ നേതാക്കൾ ആ സംഘടനയെ ആഞ്ഞു വിമർശിച്ചതിന്റെ നീണ്ട ലേഖനങ്ങൾ എഴുതിയതിന്റെ കഥ പറയുന്നുണ്ട്. 1000 തവണ ഞങ്ങൾ ആഞ്ഞു വിമർശിച്ചു. എപ്പോന്നറിയോ? 2007 ഹുക്കുമത്തെ ഇലാഹിയെ ഉപേക്ഷിക്കുന്നത് വരെ. അല്ല, 2007 ശേഷം KM ഷാജി വിമർശിച്ചില്ലേ? 2007 ശേഷം നിന്നപ്പോ രാഷ്ട്രീയമായി ഈ സയ്യിദ് കുത്തുബ് എന്നുണ്ടായത് 2019 ശേഷം ഉണ്ടായതാണോ? ആ അഭിപ്രായമാണോ അഫ്സലിനുള്ളത്? എനിക്കൊന്ന് സമയം തരണം. ഞാൻ പറയട്ടെ. ഇവിടെ ഇപ്പോ ഗതികേടിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, ഏറ്റവും ചുരുങ്ങിയത് ഒരു മിനിമം മര്യാദയൊക്കെ ഉണ്ടെങ്കിൽ രാജസ്ഥാനിലെ സംസ്ഥാന കമ്മിറ്റി പങ്കെടുപ്പിച്ച ഒരു പരിപാടിയിൽ ഞാൻ ആളുകളിലേക്ക് അല്ല, അതൊരു വലിയ തർക്കമാണ്. അത് എവിടെ എത്താൻ